കേരളത്തിൽ മൂന്നാമതും LDF അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മൂന്നാം ടേമിലേക്കാണ് ഈ പാർട്ടിയുടെ യാത്ര. ഭരണ തുടർച്ചയ്ക്ക് ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ച് MV ഗോവിന്ദൻ. ഒരു സംശയവുമില്ല, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ടേമാണിത്. മൂന്നാം ടേമിലേക്കാണ് നമ്മുടെ യാത്ര. ആ മൂന്നാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിൻ്റെ കരുത്തായി CPM-നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം. CPM സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്രത്തെ കടന്നാക്രമിച്ച പിണറായി വിജയൻ ദുരന്തങ്ങളിലൊന്നും കേന്ദ്രം കേരളത്തെ സഹായിച്ചില്ലെന്ന വിമർശനം. കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും കേരളത്തിന് മുന്നോട്ട് പോകണം, അതിനാണ് നവകേരള രേഖ. സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചല്ല നവകേരള സൃഷ്ടിക്ക് ഫണ്ട് കണ്ടെത്തുകയെന്ന് പിണറായി വിജയൻ ഊന്നി പറഞ്ഞു. ഒരു കേരള വിരുദ്ധ സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നു. അത്തരമൊരു മനോഭാവം സാധാരണ ഗവൺമെൻറ്റിനുണ്ടാകേണ്ടതല്ല. BJP-യുടെ ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന സംസ്ഥാനം BJP-ക്ക് അന്യമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. BJP-യെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം. അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? കൊല്ലത്തു നിന്നും S. വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, എന്തൊക്കെയാണ്? ഒരുപക്ഷെ മുഖ്യമന്ത്രി വളരെ ദൈർഘ്യം കുറച്ച് പ്രസംഗിച്ചു എന്നതും പ്രത്യേകതയാണ്. ആളുകളെ ആവേശം കൊള്ളിക്കാനും അദ്ദേഹം ഈ സമാപന സമ്മേളനത്തിൽ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ളത് പാർട്ടി പ്രതിനിധികളോട് ഏതാണ്ട് ഒരു 1.25 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു പ്രസംഗത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ന് അദ്ദേഹം അത്തരമൊരു ദൈർഘ്യമുള്ള പ്രസംഗം നടത്തിയിരുന്നു. തന്നെയുമല്ല, ഇന്ന് വൈകിയാണ് പൊതുസമ്മേളനം തുടങ്ങിയത്. പൊതുസമ്മേളനത്തിലേക്കുള്ള ഈ റെഡ് വോളണ്ടിയേഴ്സിന്റെ റാലിയൊക്കെ എത്താൻ ഏറെ വൈകി. അപ്പോൾ പൊതുസമ്മേളനം തുടങ്ങാൻ വൈകി. അതിൽ പ്രകാശ് കാരാട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസാരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് വൈകി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം ദൈർഘ്യം കുറച്ചതെന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് നവകേരളത്തിന്റെ പുതുവഴികൾ, നവകേരളത്തിന്റെ നയരേഖ എന്ന് നമ്മൾ പറഞ്ഞ ആ നയരേഖയിൽ ഊന്നിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പ്രസംഗം ഉണ്ടായിരുന്നത്. നിക്ഷേപത്തിന്റെ കാര്യത്തിലെ നയരേഖ മുന്നോട്ട് വെക്കുന്ന കാര്യം, പുതിയ വിഭവ സമാഹരണത്തെ പറ്റിയുള്ള ഈ നയരേഖയുടെ വിശദാംശങ്ങൾ, അതുപോലെ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ, കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് കേരളത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ, കേരള സർക്കാരിനെ ഇല്ലാതാക്കാൻ UDF ശ്രമിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം, ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ദൈർഘ്യം ഇല്ല എങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ആ പ്രസംഗത്തിൽ ഊന്നി പറയുകയും ചെയ്തിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പക്ഷെ കുറെ കൂടി കടന്ന് ഒരുപക്ഷെ നമ്മൾ കേൾപ്പിച്ച ആ സൗണ്ട് ബൈറ്റിൽ തന്നെ ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം എന്ന് പറഞ്ഞ് മൂന്നാം സർക്കാരിലേക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ആ തുടർച്ചയിൽ പിണറായി വിജയൻ തന്നെ ആ സർക്കാരിന്റെ നായകനാകുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിന്, കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൻ്റെയും പ്രധാനപ്പെട്ട ഊന്നൽ അത് പിണറായി വിജയൻ എന്ന നേതാവിൽ കേന്ദ്രീകരിച്ച ഈ പാർട്ടി മുന്നോട്ട് പോകുന്നു, ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് പോലെ പാർട്ടിയും മുന്നോട്ട് പോകുന്നു. ഭരണ തുടർച്ചയ്ക്ക് തുടർച്ചയുണ്ടാകുമ്പോൾ പിണറായി വിജയൻ തന്നെ അതിൽ നായകനാകും, ക്യാപ്റ്റനായി ഉണ്ടാകും എന്നത് ഊട്ടിയുറപ്പിക്കുന്നതാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു കാതൽ, അതിന്റെ ഒരു നട്ട്ഷെൽ അത് തന്നെയാണ്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുതൽ, അതിലെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുതൽ ഇതാ നമ്മൾ ഈ സാക്ഷ്യം വഹിച്ച പൊതുസമ്മേളനത്തിന്റെ അവസാനത്തെ പ്രസംഗം വരെ നമ്മൾ കണ്ടത് അത് തന്നെയായിരുന്നു. അത് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ. ഈ സമ്മേളനത്തിൽ, ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയായിരുന്നു. പിണറായി വിജയനെ സംരക്ഷിക്കുന്നില്ല കൂടെയുള്ള മന്ത്രിമാർ. അദ്ദേഹത്തിനെതിരായ രാഷ്ട്രീയ വിമർശനങ്ങളെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നു. അതിന് മറ്റു മന്ത്രിമാരുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതല്ലാതെ പോലീസിനെതിരെ വിമർശനം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവതരിപ്പിച്ച നയരേഖയ്ക്ക് വലിയ കയ്യടിയോടെയാണ് പാർട്ടി പ്രതിനിധികൾ അതിനെ പിന്തുണച്ചത്. അത് പ്രത്യയശാസ്ത്ര കർക്കശം എപ്പോഴും മുന്നോട്ട് വെക്കുന്ന CPM പോലൊരു പാർട്ടി അതിന്റെ നയ സമീപനങ്ങളിൽ നിന്ന് മാറി
നിൽക്കുന്നു എന്ന വിമർശനമൊക്കെ ഉണ്ടാകുമ്പോഴും ഈ നയരേഖ അത്തരം ചില സൂചനകൾ നൽകുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും അത് ചൂണ്ടിക്കാട്ടി ഒരു എതിർവാക്ക് ഉന്നയിക്കാൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ അംഗങ്ങൾ തയ്യാറായില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ സമ്മേളനത്തിന് കൊടി താഴുമ്പോൾ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന സർക്കാരിൽ അതിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം തുടരും. അടുത്ത ഭരണം ഉണ്ടാകുമ്പോഴും ആ ക്യാപ്റ്റനായി അദ്ദേഹം തുടരും എന്നത് ഊട്ടിയുറപ്പിക്കുകയോ ആവർത്തിച്ചു പറയുകയോ അടിവരയിട്ട് പറയുകയോ ചെയ്യുന്നതാണ് നമ്മൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് കേട്ടത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സമ്മേളന പ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഒക്കെ കേട്ടത് അത് തന്നെയാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ ഒരു വിരുദ്ധ ശബ്ദം പുറത്തുണ്ട് എന്ന രീതിയിൽ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഭിന്നസ്വരം കേട്ടതായി തോന്നിയോ? ഒന്നുകൂടെ ആവർത്തിക്കുമോ ചോദ്യം? അതായത് MA ബേബി ചില ഭിന്ന ശബ്ദം ഉയർത്താൻ ശ്രമിച്ചിരുന്നു എന്ന രീതിയിൽ മനോരമ പോലുള്ള ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. MA ബേബി ഈ സമ്മേളനം സമ്മേളനത്തിന്റെ തുടക്കം ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൗണ്ട് ബൈറ്റ് ഉണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഭരണത്തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഭരണത്തുടർച്ചയ്ക്ക് തുടർച്ച, അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ്, ഭരണത്തുടർച്ചയ്ക്ക് തുടർച്ച ഉണ്ടാകണം എന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. അങ്ങനെ ഭരണത്തുടർച്ചയ്ക്ക് തുടർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറെ കൂടി ജനങ്ങളോട് ക്ഷമയോടുകൂടി അവരെ കേൾക്കണം, അവർ പറയുന്നതിന് വിനയാന്വിതരായി അവർ പറയുന്നത് കേൾക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നാണ് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. അതിന് ചുവട് പിടിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കൂട്ടായ നേതൃത്വം ഈ CPM-നുണ്ട്, പാർട്ടിക്കുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭിന്ന സ്വരം അല്ലെങ്കിൽ ഒരു വിയോജിപ്പിന്റെ ഏതാണ്ട് ദുർബലമായ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പക്ഷേ അപ്പോഴും SK ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എതിർപ്പ്, വേറൊരു തരത്തിലുള്ള വിയോജിപ്പിന്റെ ശബ്ദം സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം CPM-ന്റെ നയരേഖ, ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയിൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തെ പറ്റി പറയുന്നുണ്ട്, വിഭവ സമാഹരണത്തിന് സെസ്, യൂസേഴ്സ് ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് CPM പലപ്പോഴും ഈ പൊതുമേഖല ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതിന് നഷ്ടത്തിലാണെങ്കിൽ അതിനെ ലാഭത്തിലാക്കാനുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ പറ്റി പറയുന്നുണ്ട്. അതൊരിക്കലും CPM-ന്റെ നയപരിപാടികളിൽ ഉൾപ്പെട്ടിരുന്ന തന്നെയല്ല. കേന്ദ്ര സർക്കാർ ഈ നഷ്ടത്തിലാകെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അതിശക്തമായ സമരം രംഗത്തുയർത്തുകയും ഒക്കെ ചെയ്യുന്ന വർഗ ബഹുജന സംഘടനകളെ അണിനിരത്തി സമരം നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ CPM ഇവിടെ അത്തരം നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ ഇത്തരത്തിലുള്ള പുതുവഴികളെ പറ്റി പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നയവ്യതിയാനമെന്ന് വേണമെങ്കിൽ ആരോപിക്കാൻ പറ്റുന്ന വിഷയം ഉണ്ടാകുമ്പോഴും ആ നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചപ്പോൾ അതിനെ വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ, വലിയ വിയോജിപ്പുകളൊന്നുമില്ലാതെ അതിനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് ആ സ്വീകാര്യത അവിടെ കിട്ടിയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പിന്റെയോ ഭിന്നതയുടെയോ സ്വരമുള്ളവർക്ക് അത് ഉയർത്താനുള്ള സ്പേസ് ഈ സമ്മേളന വേദിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. MP രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരും എന്ന് പൊതുവെ കരുതി. പക്ഷേ MP രാജേഷ് വരാതിരുന്നത്, ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഈ സമ്മേളനത്തിന് ശേഷം ഉയർന്നു വരും. സൂസൻ കൊടിയെ എന്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്? വിഭാഗീയതയുടെ ഭാഗമായി തന്നെയാണ്, അതിന്റെ ഭാഗമായി എടുത്ത നടപടി എന്ന നിലയിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി പിന്നീട് അത് വിശദീകരിക്കുകയും ചെയ്തു. AK ബാലന്റെ പടിയിറക്കം ഉൾപ്പെടെ അങ്ങനെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കും ഈ സമ്മേളനം വേദിയാവുകയും നമ്മളൊക്കെ സാക്ഷിയാവുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയൻ കുറെ കൂടി കരുത്തനായി സർക്കാരിനെ നയിക്കാൻ പോകുന്നു, അദ്ദേഹം തന്നെ ക്യാപ്റ്റനായി തുടരും എന്ന സൂചനയും നയവ്യതിയാനത്തിൽ അല്ലെങ്കിൽ നയസമീപനത്തിൽ CPM വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന സന്ദേശവും ഈ കൊല്ലം സമ്മേളനം നൽകുന്നുണ്ട്. അതാണ് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും. SK ഓക്കെ, താങ്ക് യു. S വിജയകുമാറാണ് കൊല്ലത്തു നിന്നും നമുക്കൊപ്പം ചേർന്നത്.